ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് ഏകദേശം 10ഓളം റിലീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തലവൻ, മൂഞ്ചിയ എന്നീ സിനിമകളുടെ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെടുത്തുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രൈവ് എവേ ഡോൾസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്, ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇൻ ദ ലാൻഡ് ഓഫ് സെയിൻസ് ആൻഡ് സിന്നേഴ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ഇംഗ്ലീഷ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഇൻകമിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഇന്ന് ഈ സിനിമ റിലീസ് ചെയ്തത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളൂ. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്, റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ്. ഉണർവുകൾ തുടർക്കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ സീരീസ് ആണ്. ദ ഫ്രോഗ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 8 എപ്പിസോഡുകളാണ് സീരീസ് ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു, ധനുഷിന്റെ രായ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഈ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇന്ന് ഒരു മലയാള സിനിമ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. സ്വകാര്യ സംഭവ ബഹുലം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. മലയാള സിനിമകൾ വേറെ ഒന്നും വന്നിട്ടില്ല, സർപ്രൈസ് റിലീസുകളും വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ദ ബീസ്റ്റ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴി ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ വിജയ് ആന്റണിയുടെ മഴയെ പിടിക്കാതെ മനിതൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു ആമസോൺ പ്രൈമിൽ. ഇപ്പോൾ മലയാളം ഭാഷയിൽ അവൈലബിൾ ആണ്. തൂഫാൻ എന്നുള്ള പേരിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ആമസോൺ പ്രൈമിൽ. അടുത്തൊരു ഹിന്ദി മൂവിയാണ്, ടിക്ക് ഡാം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ സിനിമ ജിയോ സിനിമ വഴി റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ആഗസ്റ്റ് മാസം 23-ാം തീയതി ഇന്ന് 10 റിലീസുകളാണുള്ളത്. ഇനി നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീ യൂണിവേഴ്സിന്റെ ആ ഒരു ഇതിൽ വന്ന സിനിമയായിരുന്നു മൂഞ്ചിയ എന്ന് പറഞ്ഞ സിനിമ. സ്ത്രീ 2 ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കളക്ഷൻ നേടി, നല്ല വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മൂഞ്ചിയ എന്ന സിനിമയും ഹിറ്റ് തന്നെയായിരുന്നു. ഈ ഒരു സിനിമ എപ്പോൾ റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ടെലിവിഷൻ പ്രീമിയർ ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. നാളെ വൈകിട്ട്, നാളെ രാത്രി 8 മണിക്ക് സ്റ്റാർ ഗോൾഡിലാണ് ഈ സിനിമ ടെലിവിഷൻ പ്രീമിയർ ആയിട്ട് വരാൻ പോകുന്നത്. അതിനുശേഷം Disney+ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത്. ഒരു കോമഡി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മൂഞ്ചിയ എന്ന സിനിമ. സ്ത്രീ 1, ബേഡിയ, മൂഞ്ചിയ, സ്ത്രീ 2 ഈ യൂണിവേഴ്സിൽ വരുന്ന സിനിമകളാണ്. അപ്പോൾ ഈ സിനിമകൾ കണ്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. നല്ല സിനിമകളാണ്. ഹൊറർ കോമഡി സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വ്യത്യസ്ത രീതിയിലുള്ള സംഭവമാണ്. കണ്ടിരിക്കാവുന്ന സിനിമയാണ് മൂഞ്ചിയ എന്ന സിനിമ. ഞാൻ മൂഞ്ചിയ എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും കാണണം. നാളെ വരുന്ന പ്രതീക്ഷിക്കുന്നു, വന്നു കഴിഞ്ഞാൽ എന്തായാലും കാണണം. മറ്റുള്ള സിനിമകളൊക്കെ കണ്ടാണ്. സ്ത്രീ 2 കണ്ടിട്ടില്ല, തിയേറ്ററിൽ പോയി കാണാമെന്ന് വിചാരിച്ച സിനിമയായിരുന്നു, കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും കാണണമെന്ന് വിചാരിക്കുന്ന ഒരു സിനിമയാണത്. അടുത്തത് നമ്മുടെ ബിജു മേനോൻ, ആസിഫ് അലി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തലവൻ എന്ന് പറയുന്ന സിനിമയാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ്. സോണി ലിവിൽ ടെർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് തലവൻ എന്ന് പറഞ്ഞ സിനിമ. ഒരു ത്രില്ലർ മൂവിയായിരുന്നു. സെപ്റ്റംബർ മാസം 10-ാം തീയതി ഓണം സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ സോണി ലിവിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ആദ്യം 12 എന്നുള്ളൊരു ഡേറ്റ് വന്നിരുന്നു, പക്ഷേ ഇപ്പോൾ ഒഫീഷ്യൽ ഡേറ്റ് വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 10-ാം തീയതി റിലീസ് ചെയ്യുന്നു പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. 10ഓളം റിലീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. അതിലേതൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇന്ന് തിയേറ്ററിൽ തന്നെ 5-6 റിലീസുകൾ ഉണ്ടായിട്ടുണ്ട്. കർണിക എന്ന സിനിമയും കൂടി ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ ബാക്കപ്പ് ചാനൽ ഒരു വീഡിയോ ചെയ്തിരുന്നു തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിൽ കർണിക എന്ന സിനിമ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഞാൻ അപ്ഡേറ്റ് വന്നിട്ടില്ലായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത്. ആ സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. മൊത്തം 6 സിനിമകളാണ് ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും